ഗായിക ജാനിസ് വിടവാങ്ങി. 31 വയസ്സായിരുന്നു. ക്യാൻസറിൽ നിന്ന് മുക്തിയായില്ല. മരണം കൊണ്ടുപോയി. പാട്ടുകാരിയാകാൻ ആശിച്ചു. പലരുടെയും പിന്നാലെ നടന്നു. അവസാനം സമൂഹമാധ്യമങ്ങളിലെ തരംഗമാകാനായിരുന്നു യോഗം. ആ പാട്ടുകാരി കാറ്റ് ജാനിസ് അന്തരിച്ചു. 31-ാം വയസ്സിൽ ക്യാൻസർ രോഗത്തിന് പിന്നാലെയാണ് കാറ്റ് ജാനിസിന്റെ അന്ത്യം. 2022 മാർച്ചിലാണ് അസ്ഥികളെയും കോശങ്ങളെയും ബാധിക്കുന്ന സാർക്കോമ എന്ന ക്യാൻസർ ബാധിതയാണ് ജാനിസ് എന്ന് കണ്ടെത്തുന്നത്. ജനുവരി ആദ്യവാരത്തിൽ കാറ്റ് ജാനിസ് പുറത്തിറക്കിയ ഡാൻസ് ഓട്ട മൈ ഹെഡ് എന്ന ഗാനം വമ്പൻ ഹിറ്റായിരുന്നു. കാതറിൻ ഈപ്സാൻ എന്നാണ് അമേരിക്കക്കാരിയായ കാറ്റ് ജാനിസിന്റെ യഥാർത്ഥ പേര്. കൗമാരപ്രായത്തിൽ തന്നെ ഗാനങ്ങൾ എഴുതിയിരുന്ന കാറ്റ് ജാനിസ് 20 വയസ്സിന് ശേഷമാണ് സംഗീതരംഗത്ത് സജീവമാകുന്നത്. അപൂർവ ഇനം ക്യാൻസർ ബാധിതയാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ സമൂഹമാധ്യമങ്ങളിലൂടെ ചികിത്സാ വിവരങ്ങൾ അടക്കം ലക്ഷക്കണക്കിനുള്ള ആരാധകരോട് കാറ്റ് ജാനിസ് പങ്കുവച്ചിരുന്നു. കീമോതെറാപ്പിക്കും റേഡിയേഷനും ശസ്ത്രക്രിയയ്ക്കും ശേഷം ക്യാൻസർ മോചിതയായെന്ന് വിലയിരുത്തിയെങ്കിലും 2023-ൽ കാറ്റ് ജാനിസിന്റെ ശ്വാസകോശത്തിൽ ക്യാൻസർ സ്ഥിരീകരിച്ചിരുന്നു. തന്റെ പാട്ടുകളുടെ പൂർണ്ണാവകാശം 7 വയസ്സുകാരനായ മകൻ ലോറന് നൽകിയ കാറ്റ് ജാനിസ് മകന്റെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാനായി എല്ലാവരും പാട്ടുകൾ ഡൗൺലോഡ് ചെയ്യണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.